12ാം ശമ്പള കമ്മീഷൻ തൃശങ്കുവിലോ ഫെബ്രുവരി 23-ന് മുൻ ചീഫ് സെക്രട്ടറി ശ്രീ VP ജോയ് അധ്യക്ഷനായിട്ടാണ് 12ാം ശമ്പള കമ്മീഷൻ ഫോം ചെയ്യപ്പെട്ടത്. 3 മാസ കാലയളവിനുള്ളിൽ ശമ്പള പരിഷ്കരണത്തെ പറ്റിയുള്ള ഡീറ്റെയിൽസും കൈമാറണം, ഗവൺമെന്റിന് കൈമാറണം എന്ന ഉറപ്പോടെയാണ് ശമ്പള കമ്മീഷനെ നിയോഗിക്കുന്നത്. മാർച്ച് 5-ന് പരിഗണനാ വിഷയങ്ങൾ എല്ലാം കൈമാറി, അതായത് ശമ്പള കമ്മീഷനിലേക്ക് ഗവൺമെൻറ് കൈമാറി. പക്ഷേ മെയ് അവസാനം വരെയും പൂർത്തിയായില്ല. മെയ് അവസാനം കാലാവധി കഴിയുമായിരുന്നു, പക്ഷേ കാലാവധി കഴിയാറായിട്ടും പൂർത്തിയായില്ല. 6 മാസക്കാലത്തേക്കും കൂടി നീട്ടി ആവശ്യപ്പെട്ടു. അപ്പോഴേക്കും സർക്കാർ മാറി. മെയ് 18-ന് അധികാരമേറ്റ UDF സർക്കാരിന് ശമ്പള പരിഷ്കരണം ഉടൻ നടത്തണം എന്ന് താല്പര്യം ഇല്ലാത്ത രീതിയിലാണ് മുൻപോട്ട് പോകുന്നത്. അതായത് യഥാർത്ഥത്തിൽ ശമ്പള കമ്മീഷൻ 12ാം ശമ്പള പരിഷ്കരണം ഉടൻ വേണ്ട എന്ന തീരുമാനത്തിലാണ് ഗവൺമെൻറ് മുൻപോട്ട് പോകുന്നത് എന്നാണ് തീരുമാനം. അപ്പോൾ നമുക്ക് എന്താണ് അതേപ്പറ്റി പറയാനോ, അതേപ്പറ്റി എന്താണ് പറയേണ്ടത് എന്ത് പറഞ്ഞാലും എതിരായിട്ട് സംസാരിച്ചാലും അത് സർക്കാർ ജീവനക്കാർക്ക് വിരുദ്ധമാവും. സർക്കാർ ജീവനക്കാരുടെ ശത്രു പട്ടികയിലേക്ക് നാമും തള്ളപ്പെടും. പക്ഷേ സത്യം പറയണമല്ലോ. അങ്ങനെ സത്യം പറയുമ്പോൾ ഉചിതമായ തീരുമാനമാണ് UDF ഗവൺമെൻറ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ 12ാം ശമ്പള കമ്മീഷൻ, അതായത് ശമ്പള പരിഷ്കരണം നടത്തേണ്ട എന്ന തീരുമാനം എടുത്തു എങ്കിൽ അത് തീർത്തും ഉചിതമായ തീരുമാനമാണ്. എന്തുകൊണ്ടാണ് അത് ഏറ്റവും ഉചിതമായ തീരുമാനം എന്ന് പറയുന്നത്? മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും 10 വർഷത്തിലൊരിക്കലാണ് ശമ്പള പരിഷ്കരണം. കേന്ദ്രത്തിലും അങ്ങനെ തന്നെ 10 വർഷത്തിലൊരിക്കലാണ് ശമ്പള പരിഷ്കരണം. നോക്കൂ, നമുക്ക് ഈ മറ്റൊരു സംസ്ഥാനത്തിലും, ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും കേരളത്തിലുള്ള അത്ര ഫിസ്ക്കൽ ക്രൈസിസ് അഥവാ ധനപ്രതിസന്ധി ഇല്ല. ഇതിനോട് കിടപിടിക്കുന്ന ധനപ്രതിസന്ധിയുള്ള ചില സംസ്ഥാനങ്ങളുണ്ട്, പക്ഷേ അതിൻ്റെ കാരണങ്ങൾ വേറെയാണ്. കേരളത്തിലെ ധനപ്രതിസന്ധിയുടെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ 5 വർഷ ശമ്പള പരിഷ്കരണം തന്നെ എന്നതിന് സംശയമില്ല. അപ്പോൾ ഈ 5 വർഷ ശമ്പള പരിഷ്കരണം നടത്തി സർക്കാർ ജീവനക്കാരെ ചേർത്ത് പിടിക്കുകയാണോ വേണ്ടത്? സർക്കാർ ജീവനക്കാരെ എന്തിന് അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നുവോ, എന്തിനൊരു സർക്കാർ ഫോം ചെയ്തിരിക്കുന്നുവോ ആ സർക്കാരിൻ്റെ അനിവാര്യ ലക്ഷ്യം നേടിയെടുക്കാൻ ശ്രമിക്കുകയാണോ വേണ്ടത്? എങ്ങനെയാണ് സർക്കാർ ജീവനക്കാരും ഈ അനിവാര്യ ലക്ഷ്യങ്ങളും തമ്മിൽ പൊരുത്തപ്പെട്ടു പോകാതെ വരുന്നത്? അനിവാര്യ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള കർമ്മ പദ്ധതിയിൽ പലപ്പോഴും വീഴ്ചകൾ വരുത്തുന്നു. അതായത് സർക്കാർ സേവനത്തിന് എന്ന് പറഞ്ഞ് PSC വഴിയും അതുപോലെ തന്നെ പിൻവാതിൽ നിയമനം വഴിയുമൊക്കെ വന്നിരിക്കുന്ന ഉദ്യോഗസ്ഥർ വേണ്ടത്ര കർമ്മകുശലത കാണിക്കുന്നില്ല, കാര്യക്ഷമത കാണിക്കുന്നില്ല. അവിടെയാണ് നമ്മൾ മറ്റ് വികസിത രാജ്യങ്ങളുടെ സർക്കാർ സർവീസുകളെ പറ്റി നോക്കുന്നത്. ഉദാഹരണത്തിന് അമേരിക്കയുടെ സിസ്റ്റം മാത്രം എടുക്കുക. അമേരിക്കയിൽ ഇരുന്ന് പ്രവർത്തനം ചെയ്ത് നൊബേൽ പ്രൈസ് വാങ്ങിച്ച ഇന്ത്യയിലേക്ക് സാമ്പത്തിക ശാസ്ത്രത്തിന് 2ാം വട്ടം നോബൽ സമ്മാനം കൊണ്ടുവന്ന അഭിജിത്ത് ബാനർജി, ആ അഭിജിത്ത് ബാനർജി തന്നെ ഒരു ബുക്ക് 2019 രചിക്കുകയുണ്ടായി. അതായത് 2019 നമ്മൾ ലോകസഭ ഇലക്ഷനിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപാണ് അദ്ദേഹം ആ ഗ്രന്ഥം രചിക്കുന്നത്. 2019 അദ്ദേഹത്തിന് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് മറ്റ് 2 പേരും ചേർന്ന് അദ്ദേഹം പങ്കിടുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം ഈ ഗ്രന്ഥം എഴുതുന്നത്. ഈ ഗ്രന്ഥത്തിൻ്റെ പേരാണ് വാട്ട് ദ ഇക്കോണമി നീഡ്സ് നൗ. അതായത് ഇന്ത്യൻ സമ്പദ്ഘടനയ്ക്ക് ഇപ്പോൾ എന്താണ് വേണ്ടത് എന്നാണ് ആ പുസ്തകത്തിൻ്റെ ഹെഡിങ് മലയാളത്തിലേക്ക് ഇട്ടാൽ നമുക്ക് മനസ്സിലാവുക. അപ്പോൾ എന്താണ് ആ പുസ്തകത്തിലെ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കാര്യക്ഷമത, അതിനാണ് ഇൻക്രിമെൻ്റ്, സ്ഥാനക്കയറ്റം എന്നിവ അമേരിക്കൻ സൊസൈറ്റി, അമേരിക്കൻ ഗവൺമെൻറ് കൊടുക്കുന്നത്. അതല്ലാതെ എല്ലാ 5 വർഷവും കൂടുമ്പോൾ കാടടച്ചൊരു ശമ്പള പരിഷ്കരണം, അങ്ങനെ ശമ്പള പരിഷ്കരണം കൊടുക്കുക, അതുപോലെ
അതായത് എത്ര കാലം വർക്ക് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ബേസിസിലാണ് ഇവിടെ പ്രൊമോഷനും വലിയ ഉയർന്ന തസ്തികകളിലേക്കുള്ള പോക്കും എല്ലാം നിയമനവും ഒക്കെ നടക്കുന്നത്. അങ്ങനെയല്ല അമേരിക്കയിലൊക്കെ കൂടുതൽ ഇൻക്രിമെൻ്റ്, കൂടുതൽ കാര്യക്ഷമതയുള്ളവർക്ക്, പിന്നെ കാര്യക്ഷമതയില്ലാത്തവർക്ക് ഇൻക്രിമെൻറ്റും ഇല്ല, പ്രൊമോഷനും ഇല്ല. അപ്പോൾ കാര്യക്ഷമതയുള്ളവർക്ക് കാര്യക്ഷമതയുടെ പേരിൽ കൂടുതൽ ഇൻക്രിമെൻ്റ് കൊടുക്കുന്നു, അതുപോലെ തന്നെ പ്രൊമോഷനും കൊടുക്കുന്നു. അപ്പോൾ ഉന്നത സ്ഥാനങ്ങളിലേക്ക് അത്തരക്കാരാണ് എത്തിച്ചേരുക. അല്ലാതെ ഉറക്കം തൂങ്ങിയിരിക്കുന്നവരോ സ്മാർട്ട് ഫോൺ കണ്ടുകൊണ്ടിരിക്കുന്നവരോ അല്ല അമേരിക്കൻ സിസ്റ്റത്തിൽ ഉയർന്ന തസ്തികകളിലേക്ക് എത്തുന്നതും ഉയർന്ന ശമ്പളവും ഒക്കെ വാങ്ങുന്നതും. അതൊരു ഗുണപാഠമായിട്ട് ഈ കേരള ഗവൺമെൻറ്, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാന ഗവൺമെൻറ്റുകളും സ്വീകരിക്കേണ്ടതാണ്. കാരണം വെറുതെ ശമ്പള പരിഷ്കരണം നടത്തി ശമ്പളം കൊടുക്കുന്നത് കൊണ്ട് ഒന്നും ചെയ്തില്ലെങ്കിലും ശമ്പളം വർദ്ധിച്ച് എൻ്റെ കീശയിലെത്തുമെന്ന ധാരണയുണ്ടെങ്കിൽ കാര്യക്ഷമത വർദ്ധിപ്പിക്കുവാനുള്ള യാതൊരു ശ്രമവും ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയില്ല. അവർ ഉറക്കം തൂങ്ങിയോ സംസാരിച്ചോ കളിതമാശകൾ പറഞ്ഞോ സ്മാർട്ട് ഫോൺ നോക്കിയോ ഒക്കെ അവരുടെ സമയം കളയും. ഇതായിപ്പോൾ നമ്മുടെ സെക്രട്ടേറിയറ്റിൽ തന്നെ എല്ലാ വകുപ്പുകളിലും കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. പക്ഷേ കമ്പ്യൂട്ടർ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാത്തതുപോലെയാണ് ഒട്ടുമിക്ക വകുപ്പുകളിലെയും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പ്യൂട്ടറൈസ് ചെയ്ത സിസ്റ്റം എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് ഓരോ ജീവനക്കാരും പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസിയായി പ്രവർത്തനം, ആ പ്രവർത്തന മികവിലേക്ക് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിനെ എത്തിക്കാൻ നമ്മുടെ ജീവനക്കാരിൽ എത്ര പേർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഒരു പരിശോധന നടത്തുമ്പോഴാണ് നമുക്ക് ആവർത്തിച്ച് പറയാൻ തോന്നുക, ഈ 12ാം ശമ്പള പരിഷ്കരണം 5 വർഷം കൂടി കഴിഞ്ഞ്, അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ 10 വർഷ ശമ്പള പരിഷ്കരണം നടത്തുന്നത് പോലെ, കേന്ദ്രത്തിൽ 10 വർഷ ശമ്പള പരിഷ്കരണം നടത്തുന്നത് പോലെ ഇവിടെയും 10 വർഷ ശമ്പള പരിഷ്കരണം നടത്തിയാൽ മതി എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത് അപ്പോൾ അവിടെയാണ്. അപ്പോൾ തൊഴിലാളി വിരുദ്ധത പ്രസംഗിക്കുന്ന സ്ത്രീയെ എന്ന് എന്നെപ്പറ്റി പറഞ്ഞേക്കാം. ഒരു തൊഴിലാളി വിരുദ്ധതയുമല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാനും ആ ഗവൺമെൻറ് സെക്ടറിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ ഈ 5 വർഷം കൂടുമ്പോൾ ഈ പെൻഷൻ ശമ്പളം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം പെൻഷനും വർദ്ധിക്കും. എനിക്കും അതിൻ്റെ പ്രയോജനം കിട്ടേണ്ടതാണ്. ആ പ്രയോജനം എനിക്ക് വേണ്ട എന്ന് വച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ അഭിപ്രായം രേഖപ്പെടുത്തുന്നത്. ഇനി 10 വർഷം 5 വർഷമോടെ കഴിഞ്ഞ് ശമ്പള പരിഷ്കരണം നടത്തുമ്പോഴേക്കും ഞാൻ ഉണ്ടാകുമോ എന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ പക്ഷേ എനിക്കതിൽ ഒട്ടും സങ്കടമില്ല. കാരണം ഞാൻ എൻ്റെ ധർമ്മം നിർവഹിച്ചു, ഞാൻ വാങ്ങിക്കേണ്ടത് വാങ്ങിച്ചു എന്ന് മാത്രമേ ഞാനതിൽ ധരിക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടാണ് അപ്പോൾ ഞാൻ വളരെ നിർബന്ധപൂർവം ശമ്പള പരിഷ്കരണം 10 വർഷത്തിലൊരിക്കലാക്കണം എന്ന് ആവശ്യപ്പെടുന്നത്? അതിന് വളരെ, അതായത് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഈ ധനപ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായാണ് ശമ്പള പരിഷ്കരണം 5 വർഷത്തിലൊരിക്കലാകരുത്, 10 വർഷത്തിലൊരിക്കൽ തന്നെ ആകണം എന്ന് ഞാൻ നിർബന്ധപൂർവം വാദിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇപ്പം നമുക്കറിയാം, ഈ കഴിഞ്ഞ 2021 ശമ്പള പരിഷ്കരണം, അതിന് മുൻകാലങ്ങളിൽ നോക്കണ്ട, ശമ്പള പരിഷ്കരണം എടുത്തു നോക്കുക. ആ ശമ്പള പരിഷ്കരണത്തിൻ്റെ കുടിശ്ശിക, അതിന് ശേഷം വന്ന DA-കളുടെ, അതായത് ഡിയർനെസ് അലവൻസ്, അതിൻ്റെയൊക്കെ കുടിശ്ശിക ഇതുവരെ ജീവനക്കാരുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. അങ്ങനെ അതൊക്കെ ഈ LDF ഗവൺമെൻറ് ഇറങ്ങുന്നതിന് മുൻപ് ആ കുടിശ്ശിക മുഴുവൻ തന്നു തീർക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നാമമാത്രമായി പിച്ചക്കാശ് പോലെ എന്തൊക്കെയോ തന്നിട്ട് പോയി, ബാക്കി മുഴുവനും കിടക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിൻ്റെ കുടിശ്ശികയെല്ലാം ഇപ്പോഴും പെൻഡിങ്ങിലാണ് എങ്കിൽ വീണ്ടും ഒരു ശമ്പള പരിഷ്കരണം ഇപ്പോൾ നടത്തിയാൽ അതിൻ്റെ കെടുതികൾ ഈ സംസ്ഥാന ഗവൺമെൻറ്റിനെ എത്ര കാലം പിന്തുടരുമെന്ന് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മറിച്ച് ശമ്പള പരിഷ്കരണം 10 വർഷം കഴിഞ്ഞ് മതി, 10 വർഷത്തിലൊരിക്കൽ മതി എന്ന് തീരുമാനിച്ചാൽ ഇപ്പോൾ കൊടുക്കാനുള്ള കുടിശ്ശികയൊക്കെ ഈ വർഷം എങ്ങനെയെങ്കിലുമൊക്കെ പല ഗഡുക്കളിലായിട്ട് ഗവൺമെൻറ്, അതായത് DA കുടിശ്ശിക ഒക്കെ കൊടുക്കാനുള്ള കുടിശ്ശികകളെല്ലാം ഈ വർഷമോ അടുത്ത വർഷമോ കൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ എങ്ങനെയെങ്കിലും അങ്ങ് കൊടുത്തു തീരും. ഈ കുടിശ്ശിക കൊടുക്കാനുള്ളത് കൊടുത്തു തീർന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഖജനാവിൻ്റെ വലിയ ഒരു ഭാരമാണ് ഒഴിഞ്ഞു പോകുന്നത്. അങ്ങനെ ആ ഭാരം ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നികുതി വരുമാനം വഴിയായിട്ടും നികുതിയേതര വരുമാനം വഴിയായിട്ടുമൊക്കെ ഖജനാവിലേക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് ഡെവല്യൂഷൻ വഴിയായിട്ടുമൊക്കെ ഈ 3 മാർഗത്തിലൂടെയാണ് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാനുള്ള വിഹിതം, നികുതി വിഹിതം, നികുതിയേതര വിഹിതം, പിന്നെ കടം വാങ്ങൽ.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മാർഗം. ഈ ആദ്യം പറഞ്ഞ 3 വിഹിതം, അതായത് നികുതി വരുമാന വിഹിതം, നികുതിയേതര വരുമാന വിഹിതം, കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം, ഈ 3 വിഹിതവും ചേർന്നാലാണ് നമ്മുടേതായ റവന്യൂ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ റവന്യൂവിൽ നിന്ന് നമ്മുടെ റവന്യൂ ചെലവ് നടപ്പാക്കാൻ പറ്റണം. നമ്മുടെ റവന്യൂ ചെലവ് നടപ്പാക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ കടം കൊള്ളുന്നത് മുഴുവനും മൂലധന ആവശ്യങ്ങൾക്ക് വേണ്ടി നിർവഹിക്കാൻ കഴിയും. അങ്ങനെ നിർവഹിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് വികസിത കേരളമായി മാറാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. അതായത് ഇപ്പോൾ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? CAGയുടെ റിപ്പോർട്ടുകൾ എടുത്ത് നോക്കണം. CAGയുടെ റിപ്പോർട്ടുകൾ എടുത്ത് നോക്കിയാൽ അറിയാം, ചില വർഷങ്ങളിൽ 98 കടം വാങ്ങുന്നതിൻ്റെ 98% വരെ പലിശ കൊടുക്കാൻ വേണ്ടി വരുന്നു. അതായത് പണ്ട് മുതലേ മേടിച്ച സഞ്ചിത കടം, സംസ്ഥാന ഗവൺമെൻറ് സംസ്ഥാനം ഫോം ചെയ്യപ്പെട്ട വർഷം മുതൽ വാങ്ങിയ കടം കൂട്ടിച്ചേർക്കപ്പെടുന്നതാണ് സഞ്ചിത കടം എന്ന് പറയുന്നത്. ആ സഞ്ചിത കടത്തിൻ്റെ പലിശ കൊടുക്കാനേ തികയൂ. ചിലപ്പോൾ നമ്മൾ കടമെടുക്കുന്ന ഫണ്ട് എൻ്റെ 98%, പിന്നെ 2% മൂലധന നിക്ഷേപത്തിനായിട്ട് വരിക. ചില വർഷം ഏറ്റവും കുറവ് നികുതി അടയ്ക്കേണ്ടി വരുന്ന കാലത്ത് പോലും 38%, കടമെടുക്കുന്നതിൻ്റെ 38%. ഇത് CAG റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം 38% മുതൽ 98% വരെ, അതായത് മൂലധന നിക്ഷേപത്തിന് എന്ന് പറഞ്ഞ് കടമെടുക്കുന്ന ഫണ്ടിൻ്റെ 38% മുതൽ 98% വരെ, പല വർഷങ്ങളിലെ കണക്കായി പറയുന്നത്, ഇങ്ങനെ ചെലവഴിക്കുക, അതായത് വാങ്ങിയ കടത്തിൻ്റെ പലിശ അടയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടി വരുന്നു. എന്ന് വെച്ചാൽ ആ പണം മുഴുവനും ഒട്ടും മൂലധനമായിട്ട് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിലേക്കോ, അതായത് ഭൗതിക അടിസ്ഥാന സൗകര്യങ്ങളിലേക്കോ സാമൂഹ്യ അടിസ്ഥാന സൗകര്യങ്ങളിലേക്കോ വിനിയോഗിക്കപ്പെടുന്നില്ല. അപ്പം നമ്മുടെ വികസനം എന്ന് പറയുന്നത് ഒരു വിദൂര സ്വപ്നമായിട്ട് തന്നെ കിടക്കും അങ്ങനെയുള്ള സാഹചര്യത്തിൽ. അപ്പോൾ അതിനൊരറുതി വരുത്തണമെങ്കിൽ എന്താണ് വേണ്ടത്? കടം കൊള്ളുന്ന പണം മൂലധന ഉപയോഗത്തിന് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റണം. കടം കൊള്ളുന്ന പണം മൂലധന ഉപയോഗത്തിന് മാത്രമായിട്ട് മാറ്റിവെക്കാൻ പറ്റണം. എന്ന് പറഞ്ഞാൽ അത് ഭൗതിക അടിത്തറയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനോ അതുപോലെ തന്നെ സാമൂഹ്യ അടിസ്ഥാന സൗകര്യ വികസനത്തിനും. സാമൂഹ്യ അടിസ്ഥാന സൗകര്യ വികസനം എന്ന് പറഞ്ഞാൽ സ്കൂൾ കെട്ടിടങ്ങൾ, ആരോഗ്യ മേഖലയിലേക്ക് ആവശ്യമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, ഇതൊക്കെ നിർമ്മിക്കേണ്ടത് ഇതിൻ്റെ ഒരു ഭാഗം കൊണ്ടാണ്. ഈ മൂലധനത്തിന് വേണ്ടി നാം ഉപയോഗിക്കുന്ന ഫണ്ടിൻ്റെ ഒരു ഭാഗമാണ്. മറ്റേ ഭാഗം എന്ന് പറയുന്നത് റോഡ് പോലെയുള്ള എല്ലാ സൗകര്യങ്ങൾക്കും വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, ഭൗതിക അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ഈ 2 തരം അടിസ്ഥാന സൗകര്യങ്ങൾക്കും വേണ്ടി മാത്രമായിട്ട് കടം കൊള്ളുന്ന ഫണ്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനം വളരെ എളുപ്പമാകും. മറിഞ്ഞു വീഴുന്ന സ്കൂൾ കെട്ടിടങ്ങൾ ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ പണിതുകൊണ്ടിരിക്കുമ്പോൾ തന്നെ താഴേക്ക് പോകുന്ന പാലങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ദൃശ്യങ്ങളിൽ. അത്ര മോശമായ രീതിയിൽ പാലങ്ങൾ പണിയേണ്ടി വരില്ല. ആ തരത്തിൽ, അതായത് ഈ അടിസ്ഥാന സൗകര്യത്തിലേക്ക് നാം കടം കൊള്ളുന്ന പണം വേറെ ഒരു തരത്തിലും കൈക്കൂലിയായിട്ടൊന്നും പോകരുത്. കൈക്കൂലിയായിട്ടൊക്കെ നല്ലൊരു ഭാഗം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പണിതുകൊണ്ടിരിക്കുന്ന പാലം താഴേക്ക് പോകാതെ നിവൃത്തിയില്ല. അപ്പോൾ അങ്ങനെ പണിയാൻ പറ്റണം. നമ്മുടെ ഭൗതിക അടിസ്ഥാന സൗകര്യങ്ങളിലൊക്കെ കടം വാങ്ങുന്ന മൂലധനം കൊണ്ട്. അത് കേരളത്തിൽ കഴിയുന്നില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, ഇവിടെ കേരയിലിൻ്റെ പദ്ധതി വന്നപ്പോൾ ഡോക്ടർ KP കണ്ണൻ, കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ സാമ്പത്തിക വിശാരദരിൽ ഒരുവനാണ് അദ്ദേഹം എഴുതിയിരുന്നു, ഈ കേരളത്തിൽ പൂർത്തിയാകണമെങ്കിൽ 125 വർഷം വേണ്ടി വരുമെന്ന്. എന്താ കാരണം? കേരളത്തിൻ്റെ എല്ലാവിധ പ്രശ്നങ്ങളും അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. ആ പ്രശ്നങ്ങളൊക്കെ വെച്ചാണ് അദ്ദേഹം എഴുതിയത്. ഏതായാലും കേരളത്തെ വിട്ടുപോയി എന്ന് നമുക്ക് സമാധാനിക്കാം. അപ്പോൾ ഇതുപോലെയാണ് ഈ പറയപ്പെട്ട അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി കൊണ്ടുവരുന്ന എന്ന് പറഞ്ഞ് കടം കൊള്ളുന്ന പണം റവന്യൂ ചെലവിന്, അതായത് ശമ്പളവും പെൻഷനും പലിശയും കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുക. അതാണ് റവന്യൂ ചെലവെന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട റവന്യൂ ചെലവ്. അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഉപയോഗിക്കാതെ മൂലധന നിക്ഷേപത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ പറ്റണമെങ്കിൽ ശമ്പള പരിഷ്കരണം 10 വർഷത്തിലൊരിക്കലാക്കണം.
അങ്ങനെ 10 വർഷത്തിലൊരിക്കലാക്കണം എന്ന് പറയുമ്പോൾ ഈ സർക്കാരോ അല്ലെങ്കിൽ മറ്റ് സർക്കാരുകളോ അതുമല്ലെങ്കിൽ ഈ നമ്മുടെ സർക്കാർ ജീവനക്കാരോ എതിർപ്പ് തോന്നുന്നുവെങ്കിൽ ഒരു കാര്യം ചെയ്യണം, പൊതുജനം അറിയട്ടെ. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ടോപ്പ് ടു ബോട്ടം ഉള്ളവരെല്ലാം വാങ്ങുന്ന ആ ശമ്പളം ശമ്പളവും മറ്റ് എല്ലാ ആനുകൂല്യങ്ങളും കൂടി ചേർത്തുള്ള കണക്കുകൾ പൊതുജനത്തിന് ലഭ്യമാകുന്ന തരത്തിലെ വെബ്സൈറ്റിലൊന്ന് ലഭ്യമാക്കണം. അവരൊന്ന് മനസ്സിലാക്കട്ടെ എന്താണ് ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ എല്ലാ 5 വർഷം കൂടുമ്പോഴും ശമ്പളം പരിഷ്കരിക്കത്തക്ക അത്ര മോശമായ ശമ്പളവും സൗകര്യങ്ങളുമാണോ ഈ ജീവനക്കാർക്ക് കിട്ടുന്നത് എന്നവരും കൂടി മനസ്സിലാക്കട്ടെ. എനിക്ക് ഉറപ്പാണ് ഇപ്പോൾ നിലവിലിരിക്കുന്ന ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും എല്ലാം കൂടി ചേർത്ത കണക്ക് അങ്ങനെ ഒരു വെബ്സൈറ്റിൽ വന്ന് കിട്ടിയാൽ ബഹുജന രോക്ഷം സെക്രട്ടേറിയറ്റിലേക്ക് വരും. ഒരു കാരണം ഇപ്പം നമ്മൾ കണ്ടല്ലോ എന്താണ് ഡൽഹിയിൽ സംഭവിച്ചത് എന്ന്. യുവജനരോക്ഷം. ഇവിടെ തൊഴിലില്ലാതിരിക്കുന്ന യുവജനങ്ങൾ, ആ യുവജനങ്ങളുടെ രോക്ഷമായിരിക്കാം സെക്രട്ടേറിയറ്റ് പടിക്കൽ നാം പിന്നെ കാണുന്നത്. കാരണം അത്ര സുഭിക്ഷമായ രീതിയിൽ ശമ്പളവും സൗകര്യങ്ങളും പറ്റിക്കൊണ്ടാണ് ഇപ്പോൾ സർക്കാർ ജീവനക്കാരോ സ്കൂൾ ജീവനക്കാരോ എയ്ഡഡ് സെക്ടറിലുള്ളവർ, അൺഎയ്ഡഡ് സെക്ടറിൻ്റെ എനിക്കത്ര അറിയില്ല, എയ്ഡഡ് സെക്ടറിൽ അതായത് ഗവൺമെൻറ് സാലറി വാങ്ങുന്ന എല്ലാ മേഖലയിലുള്ളവരും സുഭിക്ഷമായിട്ട് സാലറി വാങ്ങിയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ശമ്പള പരിഷ്കരണം 5 വർഷം എന്നുള്ളത് 10 വർഷത്തിലേക്ക് മാറ്റിക്കൊണ്ട് ശമ്പള കമ്മീഷനെ തൽക്കാലം, അതായത് എനിക്ക് തോന്നുന്നില്ല സർ VP ജോയ് സാറിനെ എനിക്ക് നന്നായിട്ടറിയാം. അദ്ദേഹം നീതിയുക്തമായിട്ട് ചിന്തിക്കുന്നവനും അതായത് എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് ഓരോ ഫോഴ്സിനെയും ഉപയോഗിക്കണമെന്ന് നിർബന്ധ ബുദ്ധി ഉള്ളവനുമാണ്. അപ്പോൾ ഈ ഒരു കാര്യം അദ്ദേഹത്തിന് മുൻപിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയും നല്ല കാര്യം, അതാണ് അത്യന്താപേക്ഷിതമായിട്ടുള്ളത്, ശമ്പള പരിഷ്കരണം 10 വർഷത്തിലൊരിക്കൽ മതിയെന്ന്. ഇത് ഞാൻ ഏകപക്ഷീയമായിട്ട് പറയുകയല്ല എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അതായത് ഇവിടെ LDFും UDFും അപ്പോയിൻറ്റ് ചെയ്ത പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റീസ്, അതുപോലെ ശമ്പള പരിഷ്കരണ കമ്മീഷൻസ്, ഇവരെല്ലാം ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് ശമ്പള പരിഷ്കരണം 10 വർഷത്തിലൊരിക്കലാക്കണം. എങ്കിലേ സംസ്ഥാന ഗവൺമെൻറ് അതായത് ഇപ്പോഴത്തെ ഈ ധനപ്രതിസന്ധിയിൽ നിന്ന് കരകയറുകയുള്ളൂ എന്ന്. എന്നിട്ട് ഈ കമ്മീഷൻസിനോടൊക്കെ ഇങ്ങനെ വൈമുഖ്യം കാണിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഇങ്ങനെ മുൻപോട്ട് പോകുന്നത് എന്നുള്ളതാണ് വലിയ അത്ഭുതകരമായ കാര്യം. എന്താണെങ്കിലും ഇപ്പോൾ ശമ്പള കമ്മീഷൻ മുമ്പോട്ട് പോകുന്നില്ല. ശമ്പള കമ്മീഷൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജനപക്ഷത്ത് നിന്ന്, ജനങ്ങളാണ് അങ്ങയെ മുഖ്യമന്ത്രിയാക്കിയത്, ആ ജനപക്ഷത്ത് നിന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ ഈ 10 വർഷമാകുമ്പോൾ ശമ്പള പരിഷ്കരണം മതി. അതായത് ഈ UDFിൻ്റെ ഭരണം അവസാനിക്കാറാകുമ്പോൾ അവസാനിക്കുന്നതിന് മുൻപ്, അതായത് അവസാനിച്ചു കഴിയുമ്പോഴേക്കും ശമ്പള കമ്മീഷനെ വയ്ക്കാതെ ഭരണം വിട്ടൊഴിയുന്നതിന് മുൻപ് ശമ്പള കമ്മീഷൻ വയ്ക്കുകയും ശമ്പളം പരിഷ്കരിക്കുകയും ആ പരിഷ്കരിച്ച ശമ്പളത്തിൻ്റെ ആദ്യ ഗഡു ജീവനക്കാർക്ക് കൊടുത്തിട്ട് ഭരണത്തിൽ നിന്ന് ഇറങ്ങുകയും ചെയ്യത്തക്ക രീതിയിൽ അങ്ങ് കാര്യങ്ങൾ മുന്നോട്ട് നയിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഒരപകടവും ഈ ഗവൺമെൻറ്റിന് സംഭവിക്കുകയില്ല. യഥാർത്ഥത്തിൽ അങ്ങയെ തെരഞ്ഞെടുത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് ഇവിടുത്തെ ചങ്കൂറ്റമുള്ള ജനങ്ങളാണ്. ആ ചങ്കൂറ്റമുള്ള ജനങ്ങൾ തന്നെ ഈ നടപടിക്കും അങ്ങേക്ക് വേണ്ടത്ര സപ്പോർട്ട് തരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല.